ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പേരറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ പേരറിയത്തില്ലെങ്കിൽ പേരിടൽ നടത്തിയിട്ടാണെങ്കിലും കമൻറ്റ് ചെയ്യുക. നല്ല പഴുത്ത കടച്ചക്ക കൊണ്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അമ്മ പറഞ്ഞു തന്നതാണ്. ഞാനത് എൻ്റെ രീതിയിലാക്കി. ഞാൻ ആ കടച്ചക്കയ്ക്കുള്ളിലുള്ളതെല്ലാം ഒരു സ്പൂൺ വെച്ചിട്ട് എടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് കുറുക്കി വേവിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഞാൻ നല്ലോണം ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. 1-ാം പാൽ, നല്ല കട്ടിയുള്ള 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. പിന്നെ ഞാൻ ആ പിഴിഞ്ഞ പീരയുണ്ടല്ലോ തേങ്ങയുടെ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് മധുരം പോരാന്ന് തോന്നുന്നത് കൊണ്ട് ഞാനൊരു 2 സ്പൂൺ പഞ്ചസാര എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തം 4 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലോണം ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം കുറുക്കി അങ്ങ് എടുക്കുക. ഇത് നിങ്ങൾക്ക് കുറുക്കി എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചൂടോടെ കഴിക്കണേ, ചൂടോടെ കഴിക്കാം. ഞാനത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ കഴിച്ചത്. നല്ല ടേസ്റ്റാണ്. 2 രീതി കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിന് ഒരു പേരിട്ടിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനൊരു സാധനം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. വെറും ഒരു പരീക്ഷണമായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണോ എന്നറിയില്ല, പക്ഷേ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇവിടെ വീട്ടിലുള്ളവർക്കും ഇഷ്ടപ്പെട്ടു.